9ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവർ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുൻപത്തെ കാര്യമാണല്ലോ, നടന്നു കഴിഞ്ഞ കാര്യത്തിനാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്, ഈ ടേംസ് ഒക്കെ ആവശ്യമാണ്. ശരിയാണ്. പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല, അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് അതിരുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള അറിവായിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്